1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കായിക മാമാങ്കം. ഡെറക് റെഡ്മോണ്ട് എന്ന ബ്രിട്ടീഷ് അത്ലറ്റ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടാൻ സാധ്യതയുള്ള ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്നു. ആദ്യ റൗണ്ടുകളിലെല്ലാം അനായാസ വിജയം നേടിയ ഡെറക് സെമി ഫൈനലിൽ ട്രാക്കിലിറങ്ങി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കരുതിയിരുന്നത്. മത്സരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഡെറക്കിൻ്റെ കാൽമുട്ടിന് ഗുരുതരമായ പരുക്ക് സംഭവിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ ഡെറക് ട്രാക്കിൽ വീണുപോയി. സ്വർണ്ണ മെഡൽ എന്ന സ്വപ്നം അവിടെ അവസാനിച്ചെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഡെറക് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വേദന സഹിക്കാനാവാതെ നിലവിളിക്കുമ്പോഴും വീണ്ടും എഴുന്നേറ്റ് ഓടാൻ അവൻ ശ്രമിച്ചു. ഈ സമയം കാണികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേഗത്തിൽ ട്രാക്കിലേക്ക് ഓടിയിറങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, ഡെറക്കിൻ്റെ അച്ഛൻ ജിം റെഡ്മോണ്ട് ആയിരുന്നു അത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് ജിം മകൻ്റെ അടുത്തേക്ക് ചെന്നു. "മോനെ, നിനക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഒരുമിച്ച് പോകാം," അദ്ദേഹം പറഞ്ഞു. ഡെറക് തൻ്റെ അച്ഛൻ്റെ തോളിൽ ചാരി. ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ അച്ഛനും മകനും ഒരുമിച്ച് ആ ട്രാക്കിലൂടെ നടന്നു നീങ്ങി. വിജയം നേടാനായിരുന്നില്ല, മറിച്ച് ഒരിക്കലും തോൽക്കില്ല എന്ന സന്ദേശം നൽകാനായി. ഫിനിഷിംഗ് ലൈന് തൊട്ടു മുൻപ് തൻ്റെ മകനെ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാൻ അനുവദിക്കാനായി ജിം അവനെ തോളിൽ നിന്ന് ഇറക്കി വിട്ടു. വേദനയോടെയാണെങ്കിലും ഡെറക് ഒറ്റയ്ക്ക് ആ വര കടന്നു. ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. ഡെറക് ഒരു മെഡൽ നേടിയില്ലായിരിക്കാം, പക്ഷേ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാനം നേടി. പോരാട്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി.